ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ എടയ്ക്കൽ കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നലെയാണ് ശരിക്കും ഞങ്ങൾ വയനാട്ടിലെത്തിയത്. അപ്പോൾ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ഒരു പ്ലേസ് ആയിട്ടാണ് ഞങ്ങൾ എടയ്ക്കൽ കേവ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വല്ലാത്ത വിശപ്പ്. അപ്പം ഇവിടെ വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു കഞ്ഞിക്കട കണ്ടപ്പം കുറച്ച് ദിവസം പുറത്തുനിന്നുള്ള മറ്റ് ഫുഡ്സൊക്കെ കഴിച്ചുകൊണ്ട് നല്ല കഞ്ഞിയൊക്കെ കൂട്ടി, നല്ല കഞ്ഞിയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ച് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കഞ്ഞി കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പം കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പ്രിപ്പയർഡായി. എന്താ വെച്ചാൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഇവിടുന്ന്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു ആളാണിത്. പുള്ളി ഇതിനകത്ത് ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അപ്പം നമ്മളൊന്ന് വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര സ്നേഹമായി. എന്താ വെച്ചാൽ ഇത് ലാബാണ്. ലാബിന് എല്ലാവരോടും കുറച്ച് സ്നേഹം കൂടുതലാണ്. അപ്പം എന്തായാലും നല്ലൊരു ആളെ കാണാൻ പറ്റി. അപ്പം നമ്മൾ എടയ്ക്കൽ കേവ്സിലേക്ക് ഇവിടെ നിന്നാണ് നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടിപ്പം നല്ല കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള റോഡൊക്കെയാണുള്ളത്. അപ്പം നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു ഷൂവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവന്മാരെയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തട്ടിപ്പറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 ടൈമിലാണ് ഞങ്ങളിപ്പം ഈ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഉച്ചയ്ക്കാണെങ്കിലും ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വെയിലോ അങ്ങനത്തെ ചൂടോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു ചൂടും കാര്യങ്ങളുണ്ട്, എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല. ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ നടക്കാനുള്ളൂ എങ്കിലും അതിൻ്റെ അത് അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്യാവശ്യം നടക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടില്ലാത്തവർ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. എത്ര? ഇവിടുന്ന് നമ്മൾ വാട്ടർ ബോട്ടിൽസ് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 20 റുപ്പീസ് പേ ചെയ്തിട്ട് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരുമ്പം കുപ്പിയൂടെ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഇതിപ്പോൾ പല ടൂറിസ്റ്റ് പ്ലേസുകളിലും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കുപ്പികൾ ആൾക്കാർ വെറുതെ അലക്ഷ്യമായിട്ട് കളയത്തില്ലല്ലോ. ഈ ഒരു പരിപാടി എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ നേരത്തെ വന്ന പോലത്തെ റോഡുകളല്ല, കുറച്ച് സ്റ്റെപ്പുകളാണ്. അതായത് കല്ലുകൊണ്ടൊക്കെയുള്ള സ്റ്റെപ്പുകളാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം അത്യാവശ്യം ടഫാണ് എല്ലാവർക്കും ഒന്ന് കയറാൻ. ആൻറ്റിയൊക്കെ ഇച്ചിരി മടുത്തു. അപ്പം അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ കയറുന്നത്. അപ്പം നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഗുഹയിലേക്കാണ്. 2 ഗുഹയാണുള്ളത്. അതിൻ്റെ താഴത്തെ ഗുഹയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതെല്ലാം നാച്ചുറലി തന്നെ ഇവിടെ ആയിട്ടുള്ളതാണ്. അത് മനുഷ്യനിർമ്മിതം അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ ശരിക്കും ഒരു ഇടുങ്ങിയ ഒരു വഴി കൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖമാണ്. ഞാൻ 2ാമത്തെ തവണയാണ് വരുന്നത്. എന്താ വെച്ചാൽ ഇത്രയും കയറ്റവും മലയൊക്കെ കയറി നമ്മളിവിടെ വരുന്നതിന് ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും വലിയ പാറകളും, അതായത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടായതാണല്ലോ. അത് കാണുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതെനിക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് പറഞ്ഞ് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെല്ലാവരും വന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ അടുത്ത ഗുഹയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് കുറച്ചും കൂടെ കഷ്ടപ്പാടാണ്. നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെയാണ്. അപ്പം അതിനെന്താണെന്ന് വെച്ചാൽ കൈവരികളും സ്റ്റെപ്പും ഒക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്.
ഏകദേശം എല്ലാവരുടെയും അടപ്പ് തെറിച്ചിട്ടുണ്ട്. അമ്മാതിരി കയറ്റമാണല്ലോ കയറിയത്. ഞാനും ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. കുറേ കാലം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല കയറ്റമാണ്. കുഴപ്പമില്ല, എന്നാലും നമ്മളിവിടെ വന്നല്ലേ, കണ്ടിട്ടേ പോവുള്ളൂ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ നെന്മേനി വില്ലേജിലുള്ള അമ്പുകുത്തി മലയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് എടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 1200 അടി ഉയരത്തിലാണ് ഈ അമ്പുകുത്തി മല സ്ഥിതി ചെയ്യുന്നത്. മാനന്തവാടി ടൗണിൽ നിന്നും ഏകദേശം 41 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗുഹയിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ഇത്രയും കയറ്റം നമ്മൾ കയറി വന്നിട്ട് ഇനി ഇവിടുന്ന് താഴേക്കാണ് ഇറങ്ങേണ്ടത്. നിശബ്ദത പാലിക്കണം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം 6000-7000 വർഷങ്ങൾക്ക് മുമ്പ് അതിപ്രാചീന മനുഷ്യർ ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. പുരാതന സമൂഹങ്ങൾ കല്ലിൽ കൊത്തിയ ചിഹ്നങ്ങളും ചക്രങ്ങളും മറ്റ് മൃഗങ്ങളുടെ രൂപങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഭിത്തിയിൽ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ലഭിച്ച ഏറ്റവും പഴക്കം ചെന്ന ശിലാലിഖിതങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന്. ഇവിടെ നമുക്കിതിനെപ്പറ്റി, ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാരുണ്ട്. അവരതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇങ്ങനെയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇങ്ങനെ ആൾക്കാരെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വെറുതെ കണ്ടിട്ടങ്ങ് പോകുക എന്നുള്ളതിൽ അപ്പുറം നമുക്കതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പഠിക്കാൻ പറ്റും. ഈ മുകളിൽ ഇങ്ങനെ ഇടയ്ക്ക് കല്ല് വന്ന് കിടക്കുന്നതിനാലാണ് ഈ ഗുഹയ്ക്ക് എടയ്ക്കൽ ഗുഹ എന്ന പേര് വന്നത്. അങ്ങനെ എടയ്ക്കൽ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളും മറ്റും കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ ഷോപ്പിങ്ങും മറ്റും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിരവധി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം എല്ലാവർക്കും നന്ദി.